പണവും അധികാരവും ഉണ്ടെങ്കിൽ ലോകത്തെ തൻ്റെ കാൽ കീഴിൽ നിർത്താം എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ. ശതകോടീശ്വരന്മാർ മുതൽ വൻ ശക്തി രാജ്യങ്ങളുടെ തലവന്മാർ വരെ ഇയാളുടെ സുഹൃത്തുക്കളായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ. എന്നാൽ ഈ ആഡംബരങ്ങൾക്കും സൗഹൃദങ്ങൾക്കും പിന്നിൽ ഒളിഞ്ഞിരുന്നത് വലിയൊരു ക്രിമിനൽ ലോകമായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സെക്സ് ട്രാഫിക്കിന്റെ കഥയാണിത്. ലിറ്റിൽ സെയിന്റ് ജെയിംസ് പീഡനങ്ങളുടെ ദ്വീപ്. കരീബിയൻ കടലിലെ ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന ദ്വീപ് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊരു സ്വർഗമായിരുന്നു. പക്ഷേ അവിടേക്ക് കൊണ്ടുവരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് അതൊരു നരകവും. എപ്സ്റ്റീൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ദരിദ്രരായ പെൺകുട്ടികളെ മോഹ വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ എത്തിക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. ഇതിന് കൂട്ടുനിന്നത് അയാളുടെ പങ്കാളിയായ ഗിലെയ്ൻ മാക്സ്വെൽ ആയിരുന്നു. എപ്സ്റ്റീന്റെ ജീവിതത്തിലെ പ്രമുഖരുടെ സാന്നിധ്യം. എപ്സ്റ്റീന്റെ വിമാനമായ ലോലിത എക്സ്പ്രസിൽ യാത്ര ചെയ്യാത്ത പ്രമുഖർ കുറവായിരുന്നു. രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങൾ, രാജകുടുംബാംഗങ്ങൾ എന്നിങ്ങനെ എല്ലാവരും അയാളുടെ പാർട്ടികളിൽ വരെ പങ്കെടുത്തിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബിൽ ക്ലിന്റൺ, ഇപ്പോഴത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ എന്നിവർ എപ്സ്റ്റീന്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു. ഇതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഡൊണാൾഡ് ട്രംപുമായുള്ള സൗഹൃദമാണ്. സുന്ദരികളായ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ഒരു ഉഗ്രൻ മനുഷ്യൻ എന്നാണ് ട്രംപ് എപ്സ്റ്റീനെ വിശേഷിപ്പിച്ചത്. എന്നാൽ കേസ് മുറുകിയപ്പോൾ ട്രംപ് ഈ ബന്ധം നിഷേധിച്ചു. ഇവർക്കെല്ലാം ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടോ അതോ അവർ അറിയാതെയാണോ അവിടെ എത്തിയത് എന്നത് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമാണ്. സെക്സ് ട്രാഫിക്കിംഗ് നടത്തിയിരുന്ന രീതി. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചായിരുന്നു എപ്സ്റ്റീന്റെ നീക്കങ്ങൾ. അവരെ മോഡലിംഗ് പഠിപ്പിക്കാം അല്ലെങ്കിൽ മസാജിങ് പഠിപ്പിക്കാം എന്ന് വാഗ്ദാനങ്ങൾ നൽകിയാണ് അയാൾ അവരെ തൻ്റെ മാളികകളിലേക്ക് എത്തിച്ചത്. അവിടെ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക മാത്രമല്ല, മറ്റു പെൺകുട്ടികളെ കണ്ടെത്തിയെത്തിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. ഒരു പിരമിഡ് സ്കീം പോലെയാണ് എപ്സ്റ്റീൻ ഈ സെക്സ് ട്രാഫിക്കിംഗ് ശൃംഖല പ്രവർത്തിപ്പിച്ചത്. ഇതിന് ചുക്കാൻ പിടിച്ചത് അയാളുടെ പങ്കാളിയായ ഗിസ്ലെയ്ൻ മാക്സ്വെല്ലുമായിരുന്നു. എപ്സ്റ്റീനെതിരായ നിയമ പോരാട്ടവും വെളിപ്പെടുത്തലുകളും. വർഷങ്ങളോളം നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാൻ എപ്സ്റ്റീന് കഴിഞ്ഞു. എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലാകുന്നത് 2006 ഫ്ലോറിഡയിലെ പാം ബീച്ചിൽ വച്ചായിരുന്നു ആ അറസ്റ്റ്. പാം ബീച്ചിലുള്ള 14 വയസ്സുകാരുടെ മാതാപിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയുടെ പേരിലാണ് ഈ അന്വേഷണം തുടങ്ങിയത്. എപ്സ്റ്റീൻ തങ്ങളുടെ മകളെ പീഡിപ്പിച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം. ഈ കേസ് എപ്സ്റ്റീന്റെ ജീവിതം ജയിലിൽ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ഒരു പ്ലീ ഡീലിൽ ഒപ്പിട്ടു.
ഇതനുസരിച്ച് ഫെഡറൽ തലത്തിലുള്ള കടുത്ത ശിക്ഷകളിൽ നിന്ന് അയാൾ ഒഴിവാക്കപ്പെട്ടു. കേവലം 18 മാസം മാത്രമാണ് തടവ് ശിക്ഷയായി ലഭിച്ചത്. ഇതിൽ തന്നെ 13 മാസം മാത്രമേ അയാൾ ജയിലിൽ കഴിഞ്ഞുള്ളൂ. ജയിലിലായിരുന്ന സമയത്തും പകൽ 12 മണിക്കൂർ സ്വന്തം ഓഫീസിൽ പോയി ജോലി ചെയ്യാനുള്ള അനുവാദം അയാൾക്ക് ലഭിച്ചിരുന്നു. രാത്രി മാത്രമേ അയാൾ ജയിലിൽ കിടന്നിരുന്നുള്ളൂ. എന്നാൽ ഇരകളുടെ പോരാട്ടം എല്ലാം മാറ്റിമറിച്ചു. 2008 കേസിൽ നിന്ന് ജെഫ്രി എപ്സ്റ്റീൻ രക്ഷപ്പെട്ടുവെങ്കിലും മയാമി ഹെറാൾഡ് എന്ന പത്രവും അതിലെ പത്രപ്രവർത്തകരും നടത്തിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വലിയ ചർച്ചയായി. പഴയ കേസിലെ ഇരകൾ പുതിയ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നു. 2008 ആ ലളിതമായ കരാർ നിയമവിരുദ്ധമാണെന്നും ഇരകളെ അറിയിക്കാതെയാണ് അത് ചെയ്തതെന്നും കോടതി കണ്ടെത്തിയതോടെയാണ് പുതിയ അന്വേഷണത്തിന് വഴിതെളിഞ്ഞത്. 2024 കോടതി പുറത്തുവിട്ട എപ്സ്റ്റീൻ രേഖകൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. എപ്സ്റ്റീന്റെ ഡയറിയിലും ഫോൺ ലിസ്റ്റിലും ഉണ്ടായിരുന്ന പ്രശസ്തരുടെ പേരുകൾ പുറത്തുവന്നതോടെ പല വൻമരങ്ങളും കടപുഴകി. പലരും എപ്സ്റ്റീനുമായുള്ള ബന്ധം നിഷേധിച്ചുവെങ്കിലും സത്യം മറ്റൊന്നായിരുന്നു. 2008 സെക്സ് ട്രാഫിക്കിന്റെ പേരിൽ അയാൾക്ക് ശിക്ഷ ലഭിച്ചിട്ടും അയാൾക്കൊപ്പം നിന്ന കുറച്ച് പ്രമുഖരുണ്ടായിരുന്നു. ബിൽ ഗേറ്റ്സ്, ആൻഡ്രൂ രാജകുമാരൻ, നോം ചോസ്കി, സംവിധായകൻ വുഡി അലൻ, ബാർഡിന്റെയും ഹോവേർഡിന്റെയും തലവന്മാർ തുടങ്ങിയവർ വീണ്ടും അയാളുടെ പാർട്ടികളിൽ നിത്യ സന്ദർശകരായിരുന്നു. ജെഫ്രി എപ്സ്റ്റീന്റെ ദുരൂഹമായ മരണം. 2019 ഓഗസ്റ്റ് 10 ലോകം മൊത്തം ഉറ്റുനോക്കിയ ഒരു വിചാരണയ്ക്ക് തൊട്ടു മുൻപ് ജയിലിൽ വച്ച് ജെഫ്രി എപ്സ്റ്റീൻ മരണപ്പെട്ടു. അത് ആത്മഹത്യയാണെന്ന് അധികൃതർ പറയുമ്പോഴും പലരും വിശ്വസിക്കുന്നത് അതൊരു കൊലപാതകമാണെന്നാണ്. ജെഫ്രി എപ്സ്റ്റീൻ വാ തുറന്നിരുന്നുവെങ്കിൽ ലോകത്തെ പല പ്രമുഖരുടെയും കസേരകൾ തെറിയുമായിരുന്നു. അയാൾ മരിക്കുമ്പോൾ ജയിലിലെ CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നും കാവൽ നിൽക്കേണ്ട ഉദ്യോഗസ്ഥർ ഉറങ്ങിപ്പോയെന്നും പറയപ്പെടുന്നു. ഇത് കൊലപാതകമാണെന്ന സംശയത്തിന് ഇന്നും ആക്കം കൂട്ടുന്നു. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാം എന്ന അഹങ്കാരമാണ് ജെഫ്രി എപ്സ്റ്റീന്റെ തകർച്ചയിലേക്ക് നയിച്ചത്. ഇന്നും ആ ദ്വീപിലെ മതിലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യത്തിന് വേണ്ടി ലോകം കാതോർക്കുന്നുണ്ട്.